റമദാനായിട്ട് എന്താ യു എയിൽ 2 ലക്ഷം ദിർഹമൊക്കെ ഫൈൻ കാണിക്കണേ? റമദാനിലല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 2 ലക്ഷം മുതൽ 5 ലക്ഷം ദിർഹംസ് വരെ ഫൈൻ കിട്ടും നിങ്ങൾ ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. അപ്പൊ അതിനു മുന്നായിട്ട് റമദാൻ 30 ഡേയ്സ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6 കാര്യങ്ങളോ? അവിടെ 6 കാര്യങ്ങൾ. ഒന്നാമത് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആണ്. അപ്പൊ സ്മോക്കിങ്ങിനോ? സ്മോക്കിങ്ങിന് എന്തായാലും ഫൈൻ ഉണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ബെഗ്ഗിങ് ആണ്. യാചന? ആടാ, യാചനക്കും ഇവിടെ ഫൈൻ ഉണ്ട്, നമ്മളെ നാടല്ലല്ലോ. മൂന്നാമത്തെ കാര്യം ഡ്രസ് കോഡാണ്. അപ്പൊ തോന്നിയ പോലെ ഒന്നും ഡ്രസ് ഇട്ട് നടക്കാൻ പറ്റില്ല. തോന്നിയ പോലെ ഡ്രസ് ഇടാന്ന് പറഞ്ഞാല് ആദ്യം ഒരു വാർണിംഗ് ഒക്കെ കിട്ടും, വീണ്ടും അത് ആവർത്തിച്ചാലാണ് ഫൈന് കിട്ടുക. പിന്നെ നാലാമത്തെ കാര്യം പബ്ലിക് ബിഹേവിയർ ആണ്. അതെന്താ വെച്ചാൽ പബ്ലിക്കില് പകൽ സമയത്ത് ഡാൻസ്, അതുപോലെ ലൗഡായിട്ട് മ്യൂസിക് കേൾക്കുക, ഇതെല്ലാം ഇവിടെ നല്ല ഫൈന് കിട്ടുന്ന കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? ഇംപ്രോപ്പർ പാർക്കിംഗ് ആണ്. അത് ഓൾറെഡി ഇവിടെ ഫൈൻ ഉള്ളതല്ലേ? അതെ, ഓൾറെഡി ഫൈൻ ഉള്ളതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. നിസ്കാര സമയത്ത് വഴി തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ പാർക്ക് ചെയ്താലും ഫൈന് കിട്ടും. ഏതാണ് 6ാമത്തെ കാര്യം? ഓ, 6ാമത്തെ കാര്യം അത് ഞാൻ മറന്നടാ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അതായത് അൺഓതറൈസ്ഡ് ഫണ്ടിങ്, അതുപോലെ തന്നെ ഈ മീലൊക്കെ ഷെയർ ചെയ്യുക, ഡൊണേഷൻ പിരിക്കുക, ഇതൊന്നും പ്രോപ്പർ ലൈസൻസ് ഇല്ലാതെ ഇവിടെ ചെയ്യുന്നത് നല്ല ഫൈന് കിട്ടും. അതാണ് ഈ 5 ലക്ഷത്തിന്റെ ഫൈൻ പറഞ്ഞ ഇതാണ്. അത് തന്നെ, 5 ലക്ഷം ദിർഹംസ് വരെ ഇതിന് ഫൈന് കിട്ടും. മാത്രമല്ല ജയിലിലും കിടക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ. നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾ റമദാൻ 30 വരെയും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.